പൊളിക്കാനല്ലേ? കുറച്ച് ദിവസമായിട്ട് ഇവിടെ വെജാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കണ ഒരു അടിപൊളി നോൺ വെജ് ആയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കേതൽ ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1 കിലോ, ഇഞ്ചി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ചെറിയ ഉള്ളി ചതച്ചത് 15 എണ്ണം, 10 ഉണക്കമുളക് ചതച്ചത്, കറിവേപ്പില, പെരുംജീരകം 1 ടീസ്പൂൺ, ആവശ്യത്തിന് എണ്ണ. നന്നായി ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ തൈര് മിക്സ് ചെയ്ത് 5-10 മിനിറ്റ് വയ്ക്കുക. ചിക്കൻ നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണത്. അതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നെടുക്കുക. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മുളക് പൊടി, ഇത്രയും വേണ്ട. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യം വരികയാണെങ്കിൽ മാത്രം നമുക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഈ റെസിപ്പിയിൽ മീറ്റ് മസാലയുടെ ഒന്നും ആവശ്യമില്ല. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. ഇനി വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർത്താൽ കുഴപ്പമില്ല, പക്ഷെ ചിലപ്പോൾ മുട്ടയുടെ സ്മെല്ലുണ്ടാവും. വൈറ്റാണ് കുറച്ചുകൂടെ നല്ലത്. ഇഞ്ചിയും വെള്ളുള്ളിയും നന്നായിട്ട് അരച്ചെടുക്കണം, ചതച്ചല്ല. മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പരമാവധി പച്ചമുളക് ചേർക്കാതിരിക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറ് കിട്ടില്ല. പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഗ്രീനിഷ് ഷെയ്ഡ് കയറി വരും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊക്കെ ചേർക്കേണ്ടി വരും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പിൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം വേറൊരു കോട്ടിങ് വരുമ്പോൾ അതിനകത്ത് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചിക്കൻ്റെ എല്ലാ പീസിലോട്ടും ശരിക്കും ഇതെല്ലാം ബ്ലെൻഡ് ആവണം. വലിയ പീസുകളിലൊക്കെ കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതിനകത്തേക്ക് മസാല പിടിച്ചോളും. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഏറ്റവും കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ചിക്കനിലേക്ക് ശരിക്കും ആ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിനകത്തേക്ക് നമ്മൾ വേറെ ഫ്ലോറുകളൊന്നും ചേർക്കാത്തതുകൊണ്ട്, അത് മൈദയോ കോൺഫ്ലോറോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് മാംസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ വേറെ ടൈപ്പ് ഫ്ലോറൊക്കെയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കും. എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടി വന്നില്ല. എഗ് വൈറ്റും വിനാഗിരിയുടെ ഒക്കെ വെള്ളം മതിയായി. ഇപ്പോൾ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വേറെ സൺഫ്ലവർ ഓയിലോ വേറെ ഏത് ടൈപ്പ് ഓയിലായാലും മതി. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, ഷാലോ ഫ്രൈ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ചെയ്യുന്നത്. കുറച്ച് ഓയിലുണ്ട് അതിനകത്ത്, കുറവുമല്ല. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ജോലി കഴിയും. കാരണം എണ്ണയിലേക്ക് അങ്ങ് ഇടുന്നു, ഫ്രൈ ഒന്നും എടുക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് എണ്ണ പിന്നീട് വേസ്റ്റാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്ലെയിം ഇപ്പോൾ ഫുള്ളാണ്. അതൊന്ന് മീഡിയത്തിലോട്ടാക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഫ്രൈ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നന്നായി ഫ്രൈ ആവുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇത് നന്നായിട്ട് കുക്കായിട്ട് വരും. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും.
5-6 മിനിറ്റ് ആയതുകൊണ്ട് ഒന്ന് തുറന്നു നോക്കാം. എല്ലാം ഒന്ന് തിരിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കേതൽ ചിക്കൻ ഉണ്ടാക്കാൻ ശരിക്കും സ്പ്രിങ് ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒന്നും അവൈലബിൾ അല്ല. ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലോ അല്ലെങ്കിൽ ചിക്കൻ കിട്ടുന്നിടത്തൊന്നും സ്പ്രിങ് ചിക്കൻ കിട്ടിക്കൊള്ളണം എന്നില്ല. വലിയ സിറ്റികളിലും ഒക്കെ ആയിരിക്കില്ല, പുറത്തൊക്കെ ഇത് എപ്പോഴും എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ട് എങ്ങനെ ആ സെയിം ടേസ്റ്റ് അതൊക്കെ തന്നെയായിരിക്കും. പിന്നെ ചെറിയ ട്വിസ്റ്റ് നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെയുള്ള മാറ്റങ്ങൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ 2 സൈഡും ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്ന് വെച്ച് നന്നായിട്ട് ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്യാം. 2 സൈഡും നന്നായി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള ക്രിസ്പിനെസ്സിനനുസരിച്ച്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മൾ മൂടി തുറക്കുമ്പോൾ തന്നെ എടുക്കാം. കാരണം അവർക്ക് കഴിക്കാനൊക്കെ ഈസി ആയിരിക്കും. അത് നന്നായിട്ട് മുരിയാതെ തന്നെ എടുക്കാം. ആർട്ടിഫിഷ്യൽ കളർ ചേർക്കാതെ തന്നെ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കളർ ചേർക്കേണ്ടവർക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യണം, നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ കേതൽ ചിക്കന് നല്ല റെഡ് കളറായിരിക്കും. ഇതിപ്പം അത്യാവശ്യം നല്ല കളറുണ്ട്. നമുക്കിത് ആയി വന്നിട്ട് കോരിയെടുക്കാം. ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യണമെങ്കിലും ആദ്യം ഫ്രൈ ചെയ്യുന്നത് മൂടി വെച്ചിട്ട് തന്നെ ചെയ്യുക. എന്താ വെച്ചാൽ നമ്മൾ ഈ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉള്ളിൽ നല്ല ജ്യൂസിയും പുറത്ത് അത്യാവശ്യം ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടവർക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ റെസിപ്പിയിൽ കറിവേപ്പില അത്ര മസ്റ്റൊന്നുമല്ല. ഇതുമായി വന്നിട്ട് നമുക്ക് കോരി മാറ്റാം. ഇനി ചിക്കനൊന്ന് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. വേറൊരു പാനിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സാധാരണ കേതൽ ചിക്കന് ഉള്ളി ചേർക്കില്ല. ഉള്ളി എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ചേർക്കണമെന്നുള്ളൂ. 1 പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. ഇതിനകത്തേക്ക് ഉള്ളിയും മുളകും കൂടി ഒരുമിച്ച് ചതച്ച് ചേർക്കരുത്. മുളക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും ഉള്ളിനേക്കാളും. അപ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ മുളക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചതച്ച മുളകിൻ്റെ അളവും കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടുതലാണെങ്കിൽ ഇതിനകത്ത് ഉപ്പ് ചേർക്കണ്ട. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ നമ്മൾ ചേർക്കുമ്പോൾ അതിലേക്കെല്ലാം പിടിച്ചോളും. ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ചിക്കനിൽ നന്നായിട്ട് ഉപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഉള്ളിയിലോട്ടൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് ചെറിയ തീയിൽ വയ്ക്കാം. ഇനി നമുക്കൊന്ന് തുറക്കാം. ഇപ്പോൾ കേതൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ബൈ.